രോഹിത് ഷെട്ടിയുടെ അടുത്ത കോപ്പാപരാധമാണ് സിംഗം അഗൈൻ. ബോംബുകൾ ഇടുന്ന എല്ലാ നടന്മാരെയും വിളിച്ചു വരുത്തി ഒരു പടം എടുത്തിട്ട് ആറ്റം ബോംബാക്കി വിട്ടിട്ടുണ്ട്. പടത്തിന്റെ തുടക്കത്തിൽ കാശ്മീരിലുള്ള നമ്മുടെ നായകൻ അജയേട്ടൻ വെടിവെപ്പ് പരിപാടിയിൽ ഏർപ്പെടുകയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ കഴിഞ്ഞ് പടത്തിലെ വില്ലനെ അസാധ്യമായ മൽപിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്താനും നമ്മുടെ നായകൻ മറന്നിട്ടില്ല. അങ്ങനെ വെടിവെപ്പും മൽപിടുത്തവും ഒരു മഹാസംഭവമായി മാറിയ സാഹചര്യത്തിൽ ഇതെല്ലാം കഴിഞ്ഞ അജയേട്ടനെ ഹോം മിനിസ്റ്റർ വിളിച്ച് പൊക്കിയടിക്കും. എന്നിട്ട് എല്ലാ പോലീസുകാരെയും വെച്ച് ഒരു സ്ക്വാഡ് അങ്ങോട്ട് ഉണ്ടാക്കും. അതാണ് ശിവ സ്ക്വാഡ്. ഇതെല്ലാം കഴിഞ്ഞ് ദീപിക പദുക്കോൺ വരികയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് സ്വയം മാസാണെന്ന് കരുതുന്ന കുറച്ച് ഡയലോഗ് അടിക്കും. The real danger is waiting for you. ഗോയാൽ അവരെല്ലാവർക്കും ഗുരുജി നാ സിംഗോല്ല നാ ലേഡി സിംഗോണ്ടാ. ഞാൻ അവരാധടാ മാസായിട്ടാണ് പറഞ്ഞതെങ്കിലും കോമഡി ആയിട്ടുണ്ട്. ഈ ലേഡി സിംഗം കുറെ എണ്ണത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരുടെ തല അർജുൻ കപൂർ വന്ന് പോലീസ് സ്റ്റേഷൻ അടിച്ചു പരത്തി ഇവരെ ഇറക്കിക്കൊണ്ടു പോകും. ഇവരുടെ കൂടെ വന്നവർ പൂത്തിരി വെച്ച് സ്റ്റേഷൻ കത്തിച്ചാണ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറുന്നത്. തനിക്ക് പണ്ട് ഇറച്ചി വെട്ടായിരുന്നു പണി എന്ന് പ്രേക്ഷകന് മനസ്സിലാക്കി തരാൻ പോലീസുകാരെ ഇറച്ചി വെട്ടും പോലെ ഇയാൾ വെട്ടിയിടും. ഞങ്ങൾ വെട്ടുന്ന തുണ്ട രണ്ട് പാർട്ടീസാ. അതെ, ഞങ്ങൾ ഇറച്ചി വെട്ടുകാരാ. ഇതൊക്കെ കഴിഞ്ഞ് നായകൻ വില്ലൻ ഫേസ് ഓഫ് സീനൊക്കെ വേണമല്ലോ. അതിനുവേണ്ടി കരീനയെ വില്ലൻ തട്ടിക്കൊണ്ടുപോകും. ക്ലീഷേ പരിപാടി. അങ്ങനെ നമ്മുടെ വില്ലന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കാട്ടിലേക്ക് കരീന ഓടിക്കേറുമ്പോഴാണ് ടൈഗർ സാറിന്റെ എൻട്രി. ടൈഗർ സാർ വന്ന് ഇവന്മാരെ എല്ലാം അടിച്ചു പരത്തി കരീനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ടൈഗർ സാറാണ് പടത്തിലെ ലക്ഷ്മണൻ, കരീന സീതയും. അടുത്ത സീനിൽ സീതയെ തട്ടിയെടുക്കാൻ രാവണൻ വരുന്നത് തന്നെ വെറൈറ്റി ആയിട്ടാണ്. എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി വീണ്ടും സീതയെ തട്ടിയെടുക്കും. ഇതെല്ലാം കഴിയുമ്പോഴാണ് രാമൻ വരിക. എന്താ മിസ്റ്റർ കുബേര ഇത്ര ലേറ്റ് ആയത്? സ്വപ്പം താമസിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. പിന്നെ യൂണിവേഴ്സിലെ മറ്റൊരാൾ വരും, അതാണ് ഹനുമാൻ സാർ. എന്നിട്ട് രാമായണത്തിലെ രാമൻ സീതയെ വീണ്ടെടുക്കാൻ ഹനുമാനെ അയക്കുന്നത് പോലെ നമ്മുടെ അജയേട്ടൻ രൺബീറിനെ അയക്കും. അങ്ങനെ സീതയെ വീണ്ടെടുക്കാൻ വന്ന ഹനുമാനെ രാവണന്റെ ആൾക്കാർ അപ്പോൾ തന്നെ തൂക്കിയെടുത്ത് രാവണന്റെ കോട്ടയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഈ താളവത്തിലെത്തി കുറെ ആളുകൾ ഉള്ളത് കൊണ്ട് തല്ലിത്തോപ്പിക്കാനാകില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹനുമാൻ തെലുങ്കിലെ രശ്മിക മന്ദാനയുടെ ബാധ കയറി വെറുപ്പിക്കാൻ തുടങ്ങും. பசங்களை பிடிச்சா போதும், பேரும் புகழும் சேரும். அடியாத்தி கரடி மூஞ்சா தாத்த பூட்ட எல்லாருக்கும் முப்பாட்ட வஞ்சத்திக்க வந்துட்டா. വെറുപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അങ്ങനെ വെറുപ്പിക്കലിന്റെ അവസാനം അവിടെ തീയിട്ട് അവിടെ നിന്ന് ചാടിപ്പോയ ഹനുമാൻ രാത്രി ഫുഡ് കഴിക്കാൻ കല്യാണപുരയിലേക്ക് കയറിപ്പോയപ്പോൾ ദേ വരുന്നു നമ്മുടെ രാമൻ. പിന്നെ അവിടത്തെ കല്യാണ വീട് അലങ്കോലമാക്കിയത് കൊണ്ട് ഇവരെ തല്ലി ഓടിച്ച ഗ്യാപ്പിലാണ് സീതയെ കണ്ട നമ്മുടെ രാമന്റെ കാർ തലകീഴായി മറിയുക. പക്ഷേ ഇതൊക്കെ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാമൻ കാറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് എല്ലാവരെയും തല്ലിയൊതുക്കി സീതയെ രക്ഷിക്കുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ വില്ലന്മാർ ഇവരെ പിടിച്ച് പൂട്ടിയിടും. അങ്ങനെ പൂട്ടിയിട്ട ഇവരെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ കോപ്പന്മാരും കൂടെ ഒരു ഫൈറ്റ് അങ്ങോട്ട് നടത്തും. അങ്ങനെ ഈ സംഭവബഹുലമായ നാടകം നടക്കുന്നതിന്റെ ഗ്യാപ്പിലാണ് കുമാരേട്ടൻ വരുന്നത്.
അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു കാർ ചേസൊക്കെ ഉണ്ട്. ഹോ, പെറ്റ തള്ള സഹിക്കൂല. ഫിസിക്സിന് റീത്ത് വെച്ചുകൊണ്ട് ഹെലികോപ്റ്ററിന്റെ മേലെ കൂടെ കാർ കൊണ്ടുപോകും. അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? പിന്നെ കുറെ വെറുപ്പിക്കലിന് ശേഷം അജേട്ടനായ നമ്മുടെ രാമൻ രാവണനെ അങ്ങോട്ട് കൊല്ലും. खत्म, बाय बाय, टाटा, गुड बाय, गया. എല്ലാം തീർന്നല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു പരട്ട കൂളിംഗ് ഗ്ലാസും വെച്ച് ക്ലൈമാക്സിൽ സല്ലുബായി കൂടി അങ്ങോട്ട് വരും. അപ്പോഴാണ് ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. எனக்கு இன்விடேஷன் வரவே இல்லையா? ആ കണ്ണാടി തട്ടി വീഴും.